ഇറാനിലെ തന്ത്രപ്രധാനമായ ഒരു പ്രവിശ്യയാണിത്. ആ പേര് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും പലപ്പോഴും ആശങ്കയുണ്ടാക്കിയിട്ടുള്ള പേര് കൂടിയാണ്. പലപ്പോഴും നതാൻസിൻ്റെ പേരുണ്ടായ തർക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത്. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നതാൻസിൽ ഇറാൻ നടപ്പിലാക്കി വരുന്ന ആണവ പരിപാടികളാണ്. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ നതാൻസിലാണ്. സ്വാഭാവികമായും നതാൻസിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രയേലിൻ്റെയും ഒപ്പം തന്നെ അമേരിക്കയുടെയും വളരെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങൾ പലതും നടന്നത്. ആദ്യ ദിവസങ്ങൾ തന്നെ തങ്ങളുടെ ഈ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു എന്ന കാര്യം ഇറാനും സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലും പുറത്തു വരുന്ന ചില ദൃശ്യങ്ങൾ, ചില ചിത്രങ്ങൾ ആ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ എത്ര കണ്ട് വലുതാണെന്ന് തെളിയിക്കുന്നതാണ്. ഈ ദൃശ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ തെളിവ് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. ഈ വർഷം ജനുവരി 2025, അതായത് കഴിഞ്ഞ വർഷം 2025 ഈ ആണവ കേന്ദ്രത്തിൻ്റെ അന്നത്തെ ദൃശ്യമാണ് ഈ കാണുന്നത്. അതേസമയം ഇറാൻ്റെ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് ശേഷമുള്ള ദൃശ്യമാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് ഏറെക്കുറെ പൂർണ്ണമായും തന്നെ ഈ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം നശിക്കപ്പെട്ടു, ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു, മിസൈൽ ആക്രമണത്തിലും ബോംബാക്രമണത്തിലും തകർക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിൻ്റെ തെളിവുകൾ കൂടിയായി ഇത് മാറുന്നു എന്നതാണ് അവസ്ഥ. സ്വാഭാവികമാണ്, അവർ അംഗീകരിച്ചതാണ് ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് വലിയ നാശനഷ്ടമുണ്ടായി എന്ന കാര്യം. ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും അവിടെ നാശനഷ്ടമുണ്ടായി എന്ന കാര്യം അവരും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ടായത് ആണവ വികിരണ ചോർച്ച അവിടെ ഉണ്ടാകുമോ എന്ന കാര്യമാണ്. പക്ഷേ അത്തരം ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള തെളിവുകളിൽ നിന്നും മനസ്സിലാവുന്നത്. വളരെ പ്രധാനപ്പെട്ട ശക്തി കൂടിയ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അമേരിക്കയും ഇസ്രയേലും സംയുക്തമായ ഒരു സൈനിക നീക്കം ഈ ആണവ വികിരണ കേന്ദ്രത്തിലേക്ക് നടത്തിയത്. എന്തായാലും അതുകൊണ്ടൊന്നും അവിടെ പൂർണ്ണമായും കെട്ടിടം തകർക്കപ്പെടുന്നു, പക്ഷേ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴും വ്യക്തമാവുന്ന കാര്യം. ഏറ്റവും ആശങ്കപ്പെട്ടിരുന്ന കാര്യം അതുകൂടി തന്നെയാണ്. ഒപ്പം തന്നെ ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച പുതിയ തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉണ്ടായിരുന്ന പല ചരിത്ര സ്മാരകങ്ങളും വ്യാപകമായി നശിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ് അവിടുത്തെ വലിയ നാശനഷ്ടങ്ങൾ. ഇറാനിൻ്റെ ചരിത്ര സ്മാരകങ്ങളായി പതിറ്റാണ്ടുകളായി കരുതപ്പെട്ടിരുന്ന ആ പ്രദേശങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തീരുന്നില്ല, ഇറാൻ തെരുവുകളിലും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇറാൻ അക്രമമുണ്ടായി, വലിയ നാശനഷ്ടങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ സ്ഥിരീകരിക്കപ്പെടുമ്പോഴും ആ നാശനഷ്ടത്തിൻ്റെ ഒരു തോത് വ്യക്തമാക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ പ്രകാരമാണ് ഇത്ര വലിയ തെരുവുകളടക്കം, ടെഹ്റാനിലെ തലസ്ഥാന നഗരത്തിലെ തെരുവുകളടക്കം വലിയ രീതിയിൽ കെട്ടിടങ്ങളും മറ്റും തകർന്ന അവസ്ഥയിലുള്ള പല ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതാണ് ഇറാനിലുണ്ടായ നാശനഷ്ടത്തിൻ്റെ വലിയൊരു അളവ്. ഒപ്പം തന്നെ ഈ സംയുക്ത ആക്രമണത്തിൽ ഇറാനിലുണ്ടായ മനുഷ്യനഷ്ടം വലിയ പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത്. 700-ലധികം പേരുടെ മരണം, ജീവനെടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. 176-ലധികം വരുന്ന കുട്ടികളാണ് മരണപ്പെട്ടത് എന്ന ഗുരുതരമായ സാഹചര്യമുണ്ട്. സ്കൂളുകൾക്ക് നേരെയാണ് അവിടെ ആക്രമണം ഉണ്ടായത്. അതിൻ്റെ അടക്കം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 900-ലധികം പേർക്ക് പരിക്കേറ്റു എന്നതാണ് അനൗദ്യോഗികമായിരുന്ന കണക്കുകൾ. ഇനിയും ഒരുപക്ഷെ ആ കണക്കിൽ മാറ്റമുണ്ടായേക്കാമെന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾ അതിക്രൂരമാണ്. വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളാണ് ഇറാന് നേരിടേണ്ടി വന്നത്. ഇതിനിടയിൽ ഇറാൻ തിരിച്ചടി ശക്തമാക്കുകയാണ്. തങ്ങളുടെ സൈനിക നടപടികളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. സൗദി, ഖത്തർ, കുവൈറ്റ്, UAE തുടങ്ങിയ മിക്ക അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ തിരിച്ചടിക്കുന്നു. ആഴ്ചകൾക്കുള്ളിൽ യുദ്ധം തീർക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഇറാനെ പിന്തുണച്ചതിന് പിന്നാലെ ലെബനോണിന് നേരെയും ഇസ്രയേൽ പോരാട്ടം കടുപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുവരികയാണ്. ഇറാന്റെ റഡാർ തകർക്കുന്ന ദൃശ്യം ഇസ്രയേൽ പുറത്തുവിട്ടു. ഇറാനിലെ കൊല്ലപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടന്നു.
ഇറാന് നേരെ കടുത്ത ആക്രമണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. യൂറോപ്പിനെയും അമേരിക്കയെയും ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശം ഉണ്ടാകും. ഇറാന് തീവ്രവാദ ശക്തികൾക്ക് ആയുധവും ധനസഹായവും നൽകുന്നു. അവരെ ഇനി അതിന് നയിക്കാൻ കഴിയില്ലെന്നും അമേരിക്ക ഉറപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇത് അവസാനിക്കാത്ത യുദ്ധമല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. നിലവിലെ സർക്കാരിനെ താഴെയിറക്കാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. I hear the people are saying we're going to have an endless war here. You're not going to have an endless war. Now, of course, it's up to the people of Iran in the final count to change the government. But we are creating, America and Israel together are creating the conditions for them to do so. And I think peace between Israel and Saudi Arabia would be really possible and probably very close once this thing happens. So this is a gateway for peace, for a broader peace, and I believe that we can achieve it. I said it could be quick and decisive. It may take some time, but it's not going to take years. It's not an endless war. In fact, it's an effort right now to achieve the peace that we all yearn and pray for. And I think together we'll achieve it. അല്പസമയം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വിവരം ശ്രദ്ധേയമാണ്. അതായത് ഈ സംഘർഷ സാഹചര്യങ്ങളിൽ ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധമായി മുന്നോട്ട് വരുന്നു എന്നതാണ് ട്രംപിന്റെ വാദം. പക്ഷേ ഞങ്ങളതിന് തയ്യാറല്ല, അത് സമയം വൈകിപ്പോയി. തങ്ങളുടെ സേനകൾ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തമായ സൈനിക നീക്കം നടത്തുന്നു എന്നാണ് അല്പസമയം മുമ്പ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനെ ഇല്ലാതാക്കി, ഇറാന്റെ കര, നാവിക, വ്യോമ സൈനിക സംവിധാനം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇല്ലാതാക്കിയെന്നാണ് ട്രംപ് കുറിച്ചത്. യുദ്ധം കനക്കുന്നുവെന്ന സൂചനയാണ് ഇതോടെ ട്രംപ് വ്യക്തമാക്കുന്നത്. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാന്റെ അറിയിപ്പിനോടാണ് ഇത് സംബന്ധിച്ച ട്രംപിന്റെ പ്രതികരണം. മറ്റൊരു നീക്കം ഇന്നുണ്ടായത് ചൈനയിൽ നിന്നാണ്. ഇറാന് പിന്തുണയുമായിട്ടാണ് ചൈന രംഗത്ത് വരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രിയാണ് പിന്തുണ അറിയിച്ചത്. ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടികൾക്കൊപ്പമാണ് തങ്ങളെന്ന് ചൈന അറിയിച്ചു. സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയോടും ഇസ്രയേലിനോടും ചൈന ആവശ്യപ്പെടുകയും ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധം ലോകത്ത് അസാധാരണ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്ധനവിലയിൽ 5% വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗ്യാസ് വിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 50% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും ആശങ്കയുണ്ടെങ്കിലും 25 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിലച്ചതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് കാരണം. നാല് ദിവസമായി തുടരുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകത്തെ അസാധാരണ ചില സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്. പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ കൂടിയും ഇത്ര വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.